CPIM നേതാവ് TP രാമകൃഷ്ണനാണ് നമ്മളോടൊപ്പം ഉള്ളത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പുതിയ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത്. എന്താണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുന്നിലുള്ള ഭാവി പരിപാടികളെന്നാണ് കരുതുന്നത്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 2016 തെരഞ്ഞെടുപ്പിലും 2021 തെരഞ്ഞെടുപ്പിലും ജനങ്ങളുടെ മുമ്പിൽ വ്യക്തമായ പരിപാടി അവതരിപ്പിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ആ പരിപാടി പ്രാവർത്തികമാക്കുന്നതിനുള്ള ഉത്തരവാദിത്തമാണ് ഗവൺമെൻറ് നിറവേറ്റി വരുന്നത്. ഗവൺമെൻറ് ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജനങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ച പരിപാടി നടപ്പിലാക്കുന്നതിലുള്ള അനുഭവങ്ങൾ ഓരോ വർഷവും പ്രോഗ്രസ് റിപ്പോർട്ടിലൂടെ കേരള ഗവൺമെൻറ് ജനങ്ങളുടെ മുമ്പാകെ സമർപ്പിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും പരിശോധിച്ച് ജനങ്ങളുടെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിശകലനം ചെയ്ത് ജനങ്ങളുടെ വിമർശനങ്ങൾ അംഗീകരിച്ച് അങ്ങനെ ജനങ്ങൾക്ക് അനുയോജ്യമായ നിലയിൽ മെച്ചപ്പെടുത്തി പോകാനാണ് ശ്രമിക്കുന്നത്. പൊതുവികസന കാര്യങ്ങളിലും ഗവൺമെൻറ് പരമാവധി ശ്രദ്ധ ചെലുത്തി ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അംഗീകാരം രാജ്യത്ത് പൊതുവെ സംസ്ഥാന ഗവൺമെൻറ്റിന് ലഭ്യമായിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഒരു രീതിയിലാണ് ഗവൺമെൻറ് മുമ്പോട്ട് പോകുന്നത്. ഗവൺമെൻറ്റിൻ്റെ ഈ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്താൻ അതിന് സഹായകരമായ രാഷ്ട്രീയ പിന്തുണ കൂടുതൽ ഉറപ്പുണ്ടാക്കുന്നതിന് ആ കാഴ്ചപ്പാടുള്ള പ്രവർത്തനമാണ് കൺവീനർ എന്നുള്ള നിലയ്ക്ക് തുടർന്ന് നിർവഹിക്കാൻ ശ്രമിക്കുക. ഒപ്പം തന്നെ മറ്റൊരു ചോദ്യമുള്ളത്, വലിയ അളവിൽ ഇപ്പം പാർട്ടി താഴെ ഘടകങ്ങളിൽ ഉൾപ്പെടെ നടപടികൾ എടുത്തു വരുന്ന ഒരു ഘട്ടം കൂടെയാണ്. പ്രത്യേകിച്ച് സമ്മേളനം തുടങ്ങുന്നതിന് തൊട്ട് മുന്നോടിയായിട്ട് പാർട്ടിയിൽ ഒരു വലിയ തരത്തിലുള്ള ശുദ്ധീകരണം നടക്കുന്ന ഒരു സമയം കൂടെയാണ്. EP-യുടെ പുറത്തേക്കുള്ള അല്ലെങ്കിൽ EP-യുടെ മാറി നിൽക്കൽ ഉൾപ്പെടെ വലിയ ജാഗ്രത CPM പ്രവർത്തകർ ഉണ്ടാകേണ്ടിയിരിക്കുന്നു എന്നുള്ള ഒരു സൂചന തന്നെയല്ലേ നൽകുന്നത്? സംഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങളും രാഷ്ട്രീയ വ്യതിയാനങ്ങളും ഒരു ഘട്ടത്തിലും പാർട്ടി അംഗീകരിച്ചു പോയിട്ടില്ല. അതുകൊണ്ട് ഇപ്പോൾ ഒരു പ്രത്യേക ശുദ്ധീകരണം എന്നുള്ളതൊന്നും പാർട്ടിയിൽ നടക്കേണ്ട കാര്യമല്ല. പാർട്ടി അങ്ങനെ ആലോചിച്ചിട്ടില്ല. സംഘടനാപരമായ വല്ല വീഴ്ചകളും എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ആ വീഴ്ചകൾ പരിഹരിക്കണം. സമീപനത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടതുണ്ടെങ്കിൽ ആ മാറ്റം വരുത്തണം. അതിൻ്റെ അപ്പുറത്തുള്ളൊരു നിലപാടൊന്നും പാർട്ടിയിലില്ല. പാർട്ടി അംഗങ്ങളെയും പാർട്ടി അനുഭാവികളെയും ഒന്നിച്ച് അണിനിരത്തി മുമ്പോട്ട് പോകാനാണ് ശ്രമിക്കുന്നത്. ജനങ്ങൾക്ക് വേണ്ടിയാണ് ഈ ഭരണം, ജനങ്ങൾക്ക് വേണ്ടിയാണ് ഈ മുന്നണി. ആ ഉത്തരവാദിത്തം പൂർണ്ണമായും നിറവേറ്റുന്നതിന് സഹായകരമായ നിലപാടാണ് CPM സ്വീകരിക്കുന്നത്. CPM നൽകി വരുന്ന നേതൃത്വവും അപ്രകാരം തന്നെ. തദ്ദേശ തെരഞ്ഞെടുപ്പാണ് മുന്നിൽ വരാനിരിക്കുന്നത്. വർഗീയതയുമായി സന്ധി ചെയ്തു എന്നുള്ള വലിയ തരത്തിലുള്ള ഇടതുപക്ഷ വിമർശനമൊക്കെ പല ഭാഗത്ത് നിന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ടൊക്കെ തന്നെ ഉയർന്ന ഒരു ഘട്ടം കൂടെയാണ്. എങ്ങനെയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിന് പാർട്ടിയെ അല്ലെങ്കിൽ മുന്നണിയെ സജ്ജമാക്കാനുള്ള ആലോചനകൾ? വർഗീയതയെ ചെറുത്തു നിന്നതിന് ഒരുപാട് വില കൊടുക്കേണ്ടി വന്ന പാർട്ടിയാണ് CPIM. അതാണ് ചരിത്രാനുഭവം. ആരെങ്കിലും CPM-ൻ്റെ മേലെ വർഗീയ കൂട്ടുകെട്ട ഇത്തരമൊരു കുറ്റം ആരോപിച്ചു കഴിഞ്ഞാൽ അത് CPM-നെ ബാധിക്കാൻ പോകുന്നില്ല. CPM എടുക്കുന്ന നിലപാട് ജനങ്ങളുടെ മുമ്പിലില്ലേ, ജനങ്ങളുടെ മുമ്പിൽ അനുഭവങ്ങളിലുള്ളതല്ലേ. തലശ്ശേരി മുമ്പുള്ള സംഭവങ്ങളുണ്ട്, വടകര ബേപ്പൂർ ഇലക്ഷനിൽ സ്വീകരിച്ചിട്ടുള്ള നിലപാടുകളുണ്ട്. ഇതെല്ലാം ജനങ്ങളുടെ മുമ്പിലുള്ള അനുഭവങ്ങളാണ്. ആ അനുഭവമുള്ള ജനങ്ങളെ എല്ലാവർക്കും തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയുമെന്നുള്ളത് ഞങ്ങൾ കണക്കാക്കുന്നില്ല. ജനങ്ങൾക്ക് നൽകിയ ഉറപ്പും ജനങ്ങളുടെ ഉത്തരവാദിത്വവും കൃത്യമായി നിറവേറ്റാൻ തന്നെയാണ് ശ്രമിക്കുന്നത്. വർഗീയത ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നതാണ്. ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന ഒരു നിലപാടായതുകൊണ്ട് ആ വർഗീയതയെ ഏത് തരത്തിലുള്ള വർഗീയതയായാലും പൂർണ്ണമായിട്ടും എതിർത്ത് പരാജയപ്പെടുത്തുക എന്നുള്ള നിലപാടാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത്. ആ ഉത്തരവാദിത്തം തുടർന്നും ഞങ്ങൾ നിറവേറ്റിക്കൊണ്ടിരിക്കും. ഈ കാഫിർ സ്ക്രീൻഷോട്ട് വിവാദമാണെങ്കിലും ഒപ്പം തന്നെ EP-യുടെ വിഷയമാണെങ്കിലും ഒക്കെ തന്നെ മതേതരത്വത്തിന് കളങ്കമേൽക്കുന്ന യാതൊരു നിലപാടും ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് മുൻപൊന്നും തന്നെ ഉണ്ടാകാറില്ല, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചെറുത്തുനിൽപ്പുകൾ ഉണ്ടാകാറുണ്ട്. അത്തരത്തിലുള്ള ചില ഇടപെടലുകൾ പാർട്ടിയെ സംശയം മുന്നിൽ നിർത്തി എന്ന് തോന്നുന്നുണ്ടോ? ഇല്ല. ഈ EP മതനിരപേക്ഷതയ്ക്കെതിരായി എന്തെങ്കിലും നിലപാടെടുത്തു, വർഗീയതയ്ക്ക് അനുകൂലമായ എന്തെങ്കിലും നിലപാടെടുത്തു എന്നുള്ള അഭിപ്രായമൊന്നും പാർട്ടിക്കില്ല. അദ്ദേഹം പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. അദ്ദേഹം അങ്ങനെ ഏതെങ്കിലും ഒരു വ്യത്യസ്ത നിലപാടെടുക്കുന്ന ആളുകൾക്ക് പാർട്ടിയിൽ അങ്ങനെ തുടരാൻ കഴിയുമോ? അദ്ദേഹം കഴിഞ്ഞ കേന്ദ്ര കമ്മിറ്റി യോഗത്തിലും പങ്കെടുത്തിട്ടുണ്ട്. ഇന്നലത്തെ പാർട്ടി സെക്രട്ടേറിയറ്റ് യോഗത്തിലും അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. ഞാൻ ഉച്ചയ്ക്ക് പോന്നെങ്കിലും ഉച്ചയ്ക്ക് ശേഷം യോഗം തുടർന്നിരുന്നു. ആ യോഗത്തിൽ EP പങ്കെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഒരിക്കലും അദ്ദേഹം വർഗീയതയ്ക്ക് അനുകൂലമായ ഒരു നിലപാടെടുത്തു എന്നുള്ളത് പാർട്ടിക്ക് അഭിപ്രായമില്ല. അങ്ങനെ ഇതുവരെ പാർട്ടി വിശകലനം ചെയ്ത് പറഞ്ഞിട്ടില്ല.
അപ്പോൾ അതാണ് അത് വേറെ രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കുന്നത് ശരി. ഇപ്പം തുടർന്നും പാർട്ടിക്കൊപ്പം ഉണ്ടാവും. പാർട്ടിക്കൊപ്പം ഉണ്ടാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്, അതാണ് ആഗ്രഹിക്കുന്നത്, ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവീനറായിട്ട് ശോഭിക്കാനാവട്ടെ. താങ്ക് യു.